Hello, ladies and gentlemen. കിഷ്കിന്ധ കാണ്ഡം ഡയറക്റ്റഡ് ബൈ എടുത്ത് പറയണം മോനെ ദിൻജിത്ത് ആയതൻ റൈറ്റർ മോനെ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് സ്റ്റോറി ഒരാളാണ് ബാഹുൽ രമേശ്. അണ്ണാ നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഈ കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോന്ന് റിസർച്ച് എന്നാ ചെയ്തേക്കണേ, എന്തോന്ന് ഡീറ്റെയിലിങ്, എന്താണിത്? വാട്ട് കൈൻഡ് ഓഫ് എ സ്റ്റോറി? അതായത് ഒരാൾ സിനിമ കണ്ടിട്ട് നമ്മൾ ചോദിക്കും ഇവിടെ കഥ എന്തോന്ന്. ചിലവർക്ക് കാണാൻ താല്പര്യമില്ല, ചോദിക്കട്ടെ കഥ പറയാമെന്നുള്ളത്. അപ്പം നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റൂല, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ഈ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് കണ്ട് തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. ഓ മാൻ, ഇത് ഡയറക്ടറും റൈറ്ററും മറ്റേ എല്ലാവരുടെയും ഒരു ആ മാക്സിമം എഫേർട്ട് ഉണ്ടല്ലോ. ഞാൻ ലിറ്ററലി നമ്മളിങ്ങനെ സ്തംഭിച്ചങ്ങ് ഇരുന്നു ഈ പടം കഴിയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. വിത്ത് ആ മ്യൂസിക്. മ്യൂസിക് ചെയ്തത് ആരുടെ? ഇത് സുഷിൻ ജിയായിരുന്നതാണെന്നാണ് കേട്ടത്. ബട്ട് അതിനെക്കാട്ടും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുജീബ് മജീദ് വേട്ടച്ചിട്ടുണ്ട് മോനെ. ഒരുമാതിരി ഒരു ഇൻട്രസ്റ്റെല്ലറിൻ്റെ വേറെന്തൊരു സാധനവും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഐറ്റം, ഒരു ഹൈ നോട്ടിൽ. ആ സീനും അത്ര ഹൈ ആണ്. അപ്പം നമ്മളങ്ങനെ നമ്മളെ കണ്ണിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കലി വെള്ളം വരും. ആ ലെവൽ ഓഫ് ബ്രില്യൻസ് ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രഫിയും ഈ ബാഹുൽ രമേശ് എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെയാണ്. ഗംഭീര വിഷ്വൽസ്. അത് ചില ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ചില ലൈറ്റിംഗ് ഉണ്ട്. അതായത് എനിക്കത് പറഞ്ഞു തരാൻ മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് സോ ഗുഡ്. അത് ആ നേച്ചറാണെങ്കിലും അതിൻ്റെ പച്ചപ്പും അതിൻ്റെ ആ ഒരു ഔട്ട് ഓഫ് ഫോക്കസും ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലോയൊക്കെ ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് സോ ഗ്രേറ്റ്. ഇത് പ്ലീസ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. പ്ലീസ് നിങ്ങൾക്കൊക്കെ ദൃശ്യം ഇരുന്ന് തിയേറ്ററിൽ വിജയിപ്പിക്കാമെങ്കിൽ ഈ പടത്തിനെ ജയിപ്പിക്കാതെ. ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നൊരു വലിയ തെറ്റാണ് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ. മാൻ, സൂപ്പർ പടം, സൂപ്പർ. എനിക്ക് വാക്കുകളില്ല ഇതിനെ പ്രൈസ് ചെയ്യാനായിട്ട്. ബ്രില്യൻ്റ് എന്നോ മാർവലസ് എന്നോ, ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഫ്രിക്കിംഗ് ഗുഡ്. സ്ക്രിപ്റ്റ്, പെർഫോമൻസ്, വിജയരാഘവൻ, ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ് ഏട്ടൻ. മെയിനായിട്ടും അപർണ ബാലമുരളി, ആസിഫ് അലി, വിജയരാഘവൻ, ഇവർ 3 പേരുമാണ് പ്രൈം ഈ സിനിമയിൽ മെയിൻ ക്യാരക്ടേഴ്സ്. ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് എന്ന് നമ്മൾ പറയുന്ന പോലത്തെ ആ കോൺസെപ്റ്റിനെ ഇതിലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊരങ്ങന്മാരൊക്കെ കൊടുത്തിരിക്കുന്നൊരു ക്യാരക്ടർ പരിപാടി. ഇതൊരു റൈറ്റിംഗ് ഇടേ. ഇനി മറ്റേ വെങ്കപ്രഭു എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്തൊരു ഗോട്ടിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതൊന്നുമല്ല, ഇത് നിങ്ങൾ ചർച്ച ചെയ്യണം. ഈ സ്ക്രിപ്റ്റ് കുത്തിയിരുന്ന് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും ഇതിനെപ്പറ്റി. അതിനെങ്ങനെ കണക്ട് ചെയ്തു, അത് അങ്ങനെ കണക്ട് ചെയ്ത്, അവിടെ ആ സീനിൽ അങ്ങനത്തെ പ്രശ്നം, അത് നമുക്കിങ്ങനെ കാണിച്ചു തന്നു, ഇതിങ്ങനെ കാണിച്ചു തന്നു. വാട്ട് എ റൈഡ്. എന്തൊരു പടം, എന്തൊരു എക്സിക്യൂഷൻ. ഐ വാസ് ബ്ലഡി ഇംപ്രസ്ഡ് ബൈ ദിസ് മൂവി. പറയാതിരിക്കാൻ വയ്യ. പ്ലീസ് ഗൈസ്, ഒരു അപേക്ഷയായിട്ടെങ്കിലും എടുത്തോ. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തിരോ പറയണം. എനിക്കൊരു കോപ്പുമില്ല. ഈ സിനിമ മിസ് ചെയ്യരുത്. നിങ്ങൾ OTT വരെ വന്നിരുന്നിട്ട് ഇതിനെ മറ്റേ ഭയങ്കര കൊണയായിരുന്നെന്ന് പറയണതിനെ കാട്ടിലും പ്ലീസ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റർ. ഇറ്റ് ഈസ് എ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്. ദിസ് മൂവി ഡിസേർവ്സ് ഓൾ ദ ബ്ലഡി സക്സസ്. എനിക്ക് പ്ലീസ് ഇത് 10 പേര് കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്ത് ഇതിനെ ഒന്ന് കയറ്റി. ഇവരുടെ എന്തൊരു പടോടെ, എന്തൊരു റൈറ്റിംഗ്, എന്തൊരു ഡയറക്ഷൻ, എന്തൊരു പെർഫോമൻസ്, എന്തൊരു മ്യൂസിക്, എന്തൊരു സിനിമാറ്റോഗ്രഫി, എന്തൊരു എഡിറ്റിംഗ്, എന്ത് ഇത് നിങ്ങൾ മിസ്സാക്കിയ ഭയങ്കര. ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. ഞാൻ നമ്മുടെ മറ്റേ ഈ സാധനം ഡിസ്കഷൻ കഴിഞ്ഞ ദിവസത്തെ ഈ ലൈവിൽ വന്നപ്പോൾ നമ്മുടെ സുധീഷ് ഏട്ടനും അവരൊക്കെ പറഞ്ഞാണ് ഈ പേര് എനിക്ക് അങ്ങനത്തെ ലെവല് പോലും ഒരു രീതി പോലും ഈ സിനിമ മാർക്കറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. എനിക്ക് അവിടെയൊക്കെയാണ് വിഷമം. ഇത്ര ഗംഭീര സിനിമ. ഞാൻ പറയില്ല, നിങ്ങൾക്ക് ദൃശ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പടം ക്ലൈമാക്സ് ഒക്കെ ഉണ്ടല്ലോ,
ക്ലൈമാക്സിൽ ചില സീനൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിലെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോവും, അത് കയ്യിൽ നിന്ന് പോകും, അത് നമ്മൾ കട്ട സ്പോയിലായി പോകും. നിങ്ങൾ അതൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഇറ്റ്സ് ഈസ് ആ സെലിബ്രേറ്റ്, അല്ലെങ്കിൽ നമ്മൾ പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാധനം. മലയാള സിനിമ എടുത്ത് വെക്കാൻ ത്രില്ലർ ജോണർ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിക്കാടെ ഈ പടം കണ്ടിട്ടുണ്ടാ വൈ കാണാ ഇറക്കാന്ന് പറയാം. നീയൊക്കെ മറ്റേ ഏതൊക്കെ ഒരുത്തന്മാർ മറ്റേ വലിയ ഇതുണ്ടല്ലോ കുറേ വന്നിട്ട് മറ്റേ കണ്ണും തള്ളിയിരിക്കണം. അവന്മാർക്കൊക്കെ ഈ സാധനം മറ്റേ സ്പാം ചെയ്യും പോയി കമൻറ്റ് ബോക്സിൽ പോയിട്ട്. ഒരു കുഴപ്പമില്ല, കാണണം, കണ്ടിരിക്കണം, പ്ലീസ് വാച്ച്. അഭിമാനത്തോടെ പറയാൻ പറ്റും പടം. അത്ര ബ്രില്യൻ റൈറ്റിംഗ്. ആ കൈ നമ്മളിങ്ങനെ അങ്ങനെ കണ്ട ഈ അന്നത്തെ ബാഹുൽ രമേശ് എന്ന് പറഞ്ഞ മനുഷ്യനെ കണ്ട ഞാൻ പറയാം, അണ്ണാ എന്തോ അണ്ണ ഇങ്ങനെ എഴുതിയത് ഇവിടെ. നിങ്ങൾക്കത് എനിക്കത് പറഞ്ഞു തരാൻ മനസ്സിലാവാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ടു ഗുഡ്. പ്ലീസ് വാച്ച് ദിസ് മൂവി. കണ്ടവരാണെങ്കിൽ താഴെ വന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് ചീത്ത വിളിച്ചാൽ ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു വിഷമവും. ഞാൻ ആരെങ്കിലും ചോദിക്കും സജഷൻ, ഇങ്ങനെ ഈ പടം ഇത് എനിക്ക് മറ്റേ ധൈര്യമായിട്ട് ഞാൻ പറയും ഇപ്പോൾ കാണണ്ടെന്ന് പറയാൻ. പ്ലീസ് വാച്ച് ദിസ് മൂവി, പ്ലീസ് വാച്ച് ദിസ് മൂവി, പ്ലീസ് വാച്ച് ദിസ് മൂവി, പ്ലീസ്.